സോ നമുക്ക് ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുകയാണ്. ആൻഡ് NCT 2026 നമുക്ക് വലിയ രീതിയിൽ അങ്ങ് കേട്ട് പരിചയമില്ലാത്തൊരു പേരും എക്സാമൊക്കെ ആയിരിക്കും ഈ NCT എന്നുള്ളത്. ചില ആൾക്കാർ മേ ബി പല സ്ഥലങ്ങളിലായിട്ട് കണ്ടിട്ടുണ്ടാവും. പക്ഷെ എന്നാലും നമ്മളെ സംബന്ധിച്ച് പുതിയതാണോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടു എൻ എക്സ്റ്റൻഷൻ അത് പുതിയതാണ്. കാരണം കുറച്ച് പുതിയ കാര്യങ്ങൾ എല്ലാം ആയിട്ടാണ് ഈ ഒരു NCT ഓറിയന്റേഷൻ നമ്മളെ മുമ്പിലേക്ക് ഈ ഒരു എക്സാം തന്നെ നമ്മളെ മുമ്പിലേക്ക് വരുന്നത്. ഓക്കെ. സോ ഇനി ഇതിൽ എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ട്. സോ എനിവേ വി ക്യാൻ സ്റ്റാർട്ട് റൈറ്റ് നോ, നോ പ്രോബ്ലം. ആൻഡ് സോ ഞാൻ ജസ്റ്റ് ഇതിൽ നീങ്ങുന്നതിന് മുമ്പ് എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് അമൻ ഷാ അബ്ദുള്ള. റൈറ്റ് നോ ജാമിയയിലോ BA ഓണേഴ്സ് പൊളിറ്റിക്കൽ സയൻസ് ചെയ്യാണ്. ആൻഡ് ഇനി നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യം ചോദിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുകയാണ്. ആൻഡ് ഇതില് NCT എന്ന നെയിം ഇതിനു മുമ്പ് കേട്ടവർ ആരെങ്കിലും ഉണ്ടോ? ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാൻ കഴിയോ, അല്ലെങ്കിൽ ചാനലൊന്ന് മെസ്സേജ് ചെയ്യാൻ കഴിയോ? നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യാം, അല്ലെങ്കിൽ യാ ഓക്കെ ഓക്കെ. അമീന യെസ് പറയുന്നുണ്ട്. ആൻഡ് എനിമോർ എനിവൺ? ഓക്കെ. ജസ്റ്റ് ബാക്കി വേറെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ഒരു നെയിം ഇതിനു മുമ്പ്? ഓക്കെ. സോ നോ പ്രോബ്ലം. ആൻഡ് എനിവേ നമ്മൾ ആ ഒരു പേരിനെ പരിചയപ്പെടുക, അതായിട്ട് ഫെമിലിയർ ആവുക. ആൻഡ് അത് NCT നമ്മളുടെ ഒരു പോസിബിലിറ്റി ആണോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കരിയർ ആ ഒരു ഫീൽഡിൽ ബന്ധപ്പെട്ടതാണോ, ഇതെല്ലാം മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ ഒരു സെഷൻ ത്രൂ നമ്മൾ ചെയ്യുന്നത്. സോ NCT 2026 അതാണ് നമ്മളെ മുമ്പിൽ വന്ന എക്സാം. സോ അതിനെ പറ്റിയുള്ള ബേസിക് കാര്യങ്ങളും ഡീറ്റെയിൽസിലേക്കൊക്കെ നമുക്ക് എനിവേ നീങ്ങാം. സോ ഞാൻ അതിലേക്ക് ഷെയർ ചെയ്യാം. ആൻഡ് ഓക്കെ. ജസ്റ്റ് യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. സോ ആദ്യം നമ്മുടെ വാട്ട് ഈസ് NCT, എന്താണ് NCT എന്നുള്ളതാണ് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാലാണല്ലോ നമ്മളത് എന്ത് മീൻസ് എങ്ങനെയാണ് എക്സാം ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ പോകുന്നേ അർത്ഥമുള്ളൂ. ആൻഡ് ഇതിൽ ഇപ്പോൾ ഉള്ളതിൽ CUT മുമ്പ് അപ്ലൈ ചെയ്തവർ, അല്ലെങ്കിൽ ആ ഒരു ഒന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാം. CUT മുമ്പ് അപ്ലൈ ചെയ്തവർ നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യാം, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. CUT മുമ്പ് അപ്ലൈ ചെയ്തവർ. സോ നോ വൺ, ആരും ചെയ്തിട്ടില്ലേ CUT? എല്ലാവരും NCT എക്സാമിന് വെയിറ്റ് ചെയ്തതായിരുന്നോ? ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യോ നിങ്ങൾ ചെയ്ത്? ഓക്കെ, അപ്ലൈ ചെയ്തു. ഓക്കെ, അമീന അപ്ലൈ ചെയ്തു പറയുന്നുണ്ട്. ആൻഡ് എനിവൺ? പുതിയവർ ജോയിൻ ചെയ്തവർക്കായിട്ട് ഓക്കെ CUT അപ്ലൈഡ് പറയുന്നുണ്ട്. ആശ മുഹമ്മദ് പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. സോ CUT അപ്ലൈ ചെയ്തവരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ NCT എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം വരാൻ പോകുന്ന, അല്ലെങ്കിൽ അതിൽ പുതിയതായിട്ട് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാൻ മാത്രം കാര്യങ്ങൾ ഉണ്ടാവില്ല. അതിൻ്റെ അപ്ലിക്കേഷൻ സ്റ്റേജിലാവട്ടെ, അല്ലെങ്കിൽ എക്സാംസിന്റെ കാര്യത്തിലാവട്ടെ, സിലബസ് പഠിക്കുന്നതിലാവട്ടെ. സോ നമുക്ക് അത്ര ബുദ്ധിമുട്ട് CUTന്റെ ഇതിൽ വരില്ല. എന്തായാലും CUTയും NCT ആയിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ എനിവേ NCTന്റെ ഒബ്ജക്റ്റീവ്സും അതേപോലെ തന്നെ NCTന്റെ എക്സാം പാറ്റേൺ പോലുള്ള കാര്യങ്ങൾ എന്താണ് CUTയിൽ നിന്നും വളരെ ഡിഫറെന്റ് ആണ്. എനിവേ നമ്മളെ ഒരു ആസ്പിറന്റ് അല്ലെങ്കിൽ കുട്ടീനെ സംബന്ധിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് CUT പ്രിപ്പയർ ചെയ്യുമ്പം എന്തുകൊണ്ടും അതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് NCT എന്നുള്ളത്. അപ്പം നമ്മൾ അതിന്റെ ഒബ്ജക്റ്റീവ്സ് അതേപോലെ പാറ്റേൺ ഇതെല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കേണ്ടത്. സോ NCT അതിൻ്റെ ഒരു ഫുൾ ഫോം വരുന്നത് നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ്. ഇതാണ് NCTന്റെ ഫുൾ ഫോം വരുന്നത്. നമ്മളെ CUT പോലെ തന്നെ ഇതും കണ്ടക്ട് ചെയ്യുന്നത് NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തന്നെയാണ് ഇതും കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഒരു ഏറ്റവും നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇത് എന്തിനുള്ള എൻട്രൻസ് എക്സാം ആണ് ചോദിക്കുമ്പോൾ നമ്മൾ പറയും 4 ഇയർ ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, ITEP എന്ന് നമ്മൾ പറയും. ITEP പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് ആണ് ഈ ഒരു NCT എന്ന് പറയുന്നത്. ഈ ITEP പ്രോഗ്രാം എന്താണെന്നും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഡോണ്ട് വെറി അബൌട്ട് ദാറ്റ്, വി കൻ മൂവ് ഇൻ ടു ദാറ്റ്. സോ ITEPനുള്ള എൻട്രൻസ് ആണ് NCT എന്ന് പറയുന്നത്. അതാണ് നമ്മൾ എന്തിന്റെ ഏറ്റവും ബേസിക്കലി മനസ്സിലാക്കിയേക്കേണ്ടത്. ഇനി ഈ ഒരു ഇതിലേക്ക് സിലബസ് കാര്യങ്ങളിലേക്ക് വരുമ്പം ഓക്കെ, സിലബസ് കാര്യങ്ങളിലേക്ക് വരുമ്പം നമുക്ക് +2 ലെവൽ സിലബസ് തന്നെയാണ് ഇതിൽ ബേസിക്കലി വരുന്നത്. ആൻഡ് ഇത് ആർക്കെല്ലാം അപ്പിയർ ചെയ്യാൻ കഴിയുന്നുള്ളത്, യൂഷ്വലി CUT പോലെ തന്നെ +2 റൈറ്റ് നൗ അപ്പിയർ ചെയ്യുന്നവർക്കും അതേപോലെ +2 പാസ്സായ ഏതൊരാൾക്കും എന്ത് ചെയ്യാൻ കഴിയും, ഇതിൽ ഈ ഒരു എക്സാമിൽ അപ്പിയർ ചെയ്യാൻ കഴിയും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് വാട്ട് ഈസ് NCT. നമ്മൾ എന്താണ് NCT എന്ന് നോക്കുമ്പോൾ നമുക്ക് ബേസിക്കലി പറയാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഈ കാര്യങ്ങളെല്ലാം. ഇനി
വൈ NCET? ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. സോ ഞാൻ ലാസ്റ്റ് സ്ലൈഡിൽ നിങ്ങൾ കുറച്ച് പോയിന്റ്സ് മാത്രം മാർക്ക് ചെയ്ത് കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇതിൽ ഞാൻ ഒന്നും മാർക്ക് ചെയ്തില്ല. അത് എന്തുകൊണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കുമല്ലോ മാർക്ക് ചെയ്യുക. പക്ഷെ ഇവിടെ മാർക്ക് ചെയ്യാത്തത് ഇതിൽ എല്ലാ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പോയിന്റും പറഞ്ഞാൽ ഓരോ പോയിന്റും നമ്മളെ ഇതിൽ NCET-യിലേക്ക് അട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ NCET-ന്റെ വാല്യൂ പറയുന്ന പോയിന്റ്സ് ആണ് ഇതിലുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ നോക്കാം. ഇൻറ്റിഗ്രേറ്റഡ് ഡ്യുവൽ മേജർ ഡിഗ്രി. ഈ ഡ്യുവൽ മേജർ ഡിഗ്രി എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ഇന്ത്യയിൽ അങ്ങനെ കേട്ട് പരിചയമില്ലാത്തൊരു സംഭവമായിരിക്കും. പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ, ഇന്ത്യയുടെ പുറത്തുള്ള യൂണിവേഴ്സിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും അഡ്വാൻസ് ലെവലായിട്ടുള്ള എന്നാൽ അതേപോലെ തന്നെ ഹൈലി അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാം. അതാണ് ഈ ഒരു NCET മീൻസ് നമുക്ക് ഇതിലെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് ഇനി ഡ്യുവൽ ഡിഗ്രീനെ ഒന്നും കൂടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തുതരാം. നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ ഒരു സമയത്ത് ഒരു ഡിഗ്രി ആണല്ലോ നമ്മൾ ചെയ്യാറുള്ളത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ BA പൊളിറ്റിക്കൽ സയൻസ് ചെയ്യുന്ന ആള് പൊളിറ്റിക്കൽ സയൻസ് ആയിരിക്കും ഡിഗ്രി ചെയ്യുന്നുണ്ടാവുക. ഇനി BSc ഫിസിക്സ് ചെയ്യുന്ന ആള് ഫിസിക്സ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. BCom ചെയ്യുന്ന ആള് BCom ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. സോ നമ്മൾ അറ്റ് സെയിം ടൈം നമ്മൾ ഒരു ഡിഗ്രിക്ക് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, 2 ഡിഗ്രി നമ്മൾ ചെയ്യാണ്. ആ 2 ഡിഗ്രി എങ്ങനെ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ 3 ടൈപ്പ് ഓഫ് കോമ്പിനേഷൻ ആണ് ബേസിക്കലി ഈ NCET-യിൽ വരുന്നത്. NCET പറയുമ്പോൾ നമ്മൾ ഈ ഐടെപ്പിനൊക്കെ എൻട്രൻസ് ആണല്ലോ NCET എന്ന് പറയുന്നത്. സോ ഐടെപ്പിൽ നമുക്ക് 3 ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് ആണ് വരുന്നത്. അതിൽ ഒന്ന് BA B.Ed ആണ്, 2 BSc B.Ed ആണ്, മൂന്നാമത്തേത് BCom B.Ed ആണ്. സോ ഒന്ന് ബേസിക്കലി ഫോർ ഹ്യൂമാനിറ്റീസ് അല്ലെ ആർട്സ് സ്ട്രീമിലുള്ളവർക്ക്, രണ്ടാമത്തേത് സയൻസ് സ്ട്രീമിലുള്ളവർക്ക്, മൂന്നാമത്തേത് കൊമേഴ്സ് സ്ട്രീമിലുള്ളവർക്ക്. സോ ഈ 3 രീതിയിൽ നമുക്ക് ടീച്ചിങ് ആ ഒരു പ്രൊഫഷനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇതിലൂടെ ബിൽഡ് ചെയ്ത് വരുന്നത്. സോ ടീച്ചിങ് ആണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളൊരു ഫേവറേറ്റ് മേഖലയെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഐടെപ്പ് എന്ന് പറയുന്നത്. സോ ഇനി ഞാൻ പറഞ്ഞല്ലോ BA B.Ed BSc B.Ed BCom B.Ed ഇതെങ്ങനെയാണ് ഡ്യുവൽ ഡിഗ്രി ആവാന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ മെൻഷൻ ചെയ്തുതരാം. ജസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ BA B.Ed എന്ന് പറയുമ്പം ആ പേരിൽ തന്നെ 2 എണ്ണം ഉണ്ട്. ഒന്ന് BA ഉണ്ട് B.Ed ഉണ്ട്. BSc B.Ed-ൽ BSc ഉണ്ട് B.Ed ഉണ്ട്. BCom B.Ed-ൽ BCom ഉണ്ട് B.Ed ഉണ്ട്. ആൻഡ് ഇത് നോക്കുമ്പോൾ ഒരു പേരിൽ തന്നെ 2 എണ്ണം വരുമ്പോൾ ദാറ്റ് മീൻസ് അവിടെ 2 ഡിഗ്രി ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഞാൻ ഒന്നും കൂടി സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം ഒരു സ്റ്റുഡൻറ് BA B.Ed-നാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ BA B.Ed കിട്ടി മീൻസ് ഈ ഒരു NCET എക്സാം എഴുതി പാസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ 2 ഡിഗ്രി കിട്ടും. അതായത് ഒന്ന് BA-ൽ നമ്മൾ ആസ് യൂഷ്വൽ ഇപ്പം BA-ൽ നിങ്ങൾക്ക് ഇഷ്ടം BA സോഷ്യോളജി ആണെങ്കിൽ BA സോഷ്യോളജിയിൽ നിങ്ങൾക്ക് ഒരു ഡിഗ്രി കിട്ടും. ആൻഡ് രണ്ടാമത്തെ ഡിഗ്രി കിട്ടാൻ പോകുന്നത് B.Ed-ലേക്കും. സോ ഇങ്ങനെ നമുക്ക് ഒരു ഡിഗ്രി നമ്മൾ ഏത് പേപ്പറാണ് അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് ആണോ ഓപ്റ്റ് ചെയ്യുന്നത് അതിൽ നമുക്ക് ഒരു ഡിഗ്രി കിട്ടും. ആൻഡ് രണ്ടാമത്തെ ഡിഗ്രി നമുക്ക് എഡ്യൂക്കേഷനിൽ അതായത് B.Ed ആയിട്ട് നമുക്ക് കിട്ടും. സോ ഇങ്ങനെ 2 ഡിഗ്രി നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള എന്നാൽ ഏറ്റവും നല്ല നമുക്കൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു കോഴ്സ് കൂടിയാണ് ഈ ഒരു ഐടെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഇത് നമ്മൾ മനസ്സിലാക്കി. ഇനി മിനിമൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ടു ബിക്കം എ ടീച്ചർ ബൈ 2030. ഇതാണ് അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. റൈറ്റ് നൗ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മൾ ടീച്ചർ ആണെങ്കിൽ നമുക്ക് B.Ed എടുക്കണം എന്നുള്ള കാര്യം എല്ലാവർക്കും ഉറപ്പല്ലേ. സോ ഇപ്പോഴത്തെ ഇതിൽ B.Ed എത്ര കാലാവധിയാണ് മീൻസ് എത്ര വർഷമാണ് B.Ed-നുള്ളത് ആർക്കെങ്കിലും അറിയോ? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യോ. ഓക്കെ, യാസ് ടു യാ വെൽ ഡൺ. നൈസ് അമീന, നൈസ്. സോ 2 ഡിഗ്രിയാണ് ഇപ്പൊ നമുക്ക് B.Ed-നുള്ളത്. ആൻഡ് ഇവിടെ നമുക്ക് എന്താ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തേർഡ് പോയിന്റ് നിങ്ങൾ നോക്കിയാൽ കഴിയും. 4 year ഡ്യൂറേഷൻ ആഫ്റ്റർ ഗ്രേഡ് 12th ഓഫ് ദി സ്കൂൾ സിസ്റ്റം. നമ്മൾ 12ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് 4 വർഷത്തെ കോഴ്സാണ് ഈ ഐടെപ്പ് എന്ന് പറയുന്നത്. സോ ആ 4 വർഷത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ ഡിഗ്രിയും കിട്ടും അതേപോലെ B.Ed-ഉം കിട്ടും. അതാണ് ഇതിന്റെ ഏറ്റവും മാസ്റ്റർ പീസ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പം 4 വർഷം കൊണ്ട് ഇത് രണ്ടും കിട്ടുന്നതിൽ മറ്റേതിനേക്കാൾ എന്താണ് നമുക്ക് ലാഭം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയോക്കാം. ഇപ്പം ഇപ്പോഴാണ് ഡിഗ്രി കോഴ്സസ് 4 വർഷമായത്. ഇതിന് മുമ്പ് 3 വർഷത്തേന് ഡിഗ്രി കോഴ്സ് ഉള്ളത്. അപ്പം ഇതിന് മുമ്പത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചാണെങ്കിൽ 3 വർഷത്തെ ഡിഗ്രി കോഴ്സ് പ്ലസ് 2 വർഷത്തെ B.Ed അങ്ങനെ ടോട്ടൽ നമുക്ക് 5 വർഷം വരുന്നുണ്ട്. ഇനി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരാം. ഇപ്പം 4 വർഷത്തെ ഡിഗ്രി കോഴ്സ് പ്ലസ് 2 വർഷത്തെ ഡിഗ്രി ആണെങ്കിൽ നമുക്ക് 6 വർഷം വരുന്നുണ്ട്.
സോ രണ്ട് രീതിയിൽ നോക്കുമ്പോഴും നമുക്ക് 5-6 വർഷം വരുന്നുണ്ട്. ആ ഒരു ടൈമിലാണ് നമുക്ക് ഇവിടെ 4 വർഷം കൊണ്ട് ഒരേ സമയത്ത് ബാച്ചിലേഴ്സും, അതായത് ഒരു ഡിഗ്രി നമ്മളെ സ്വന്തം സബ്ജക്റ്റിലെ ഡിഗ്രിയും കിട്ടുക, അതേപോലെ BEdും നമുക്ക് കിട്ടുന്നത്. അപ്പം അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ആൻഡ് ഇതില് രണ്ടാമത്തെ പോയിന്റിൽ 2030 പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് 2 വർഷത്തെ BEd കിട്ടുന്നുണ്ട്. 2030 ആവുമ്പോത്തിന് ഈ BEd എന്ന് പറഞ്ഞ സംഭവം തന്നെ നമ്മളെ നാട്ടിൽ നിന്ന് എടുത്തു മാറ്റപ്പെടും. പിന്നെ ഒരാൾക്ക് ടീച്ചർ ആവണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ടീച്ചിങ് രീതിയിലേക്ക് വരണമെങ്കിൽ, ആ ആൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ ഒരു ഐറ്റ പ്രോഗ്രാം NCT ത്രൂ ഐറ്റ പ്രോഗ്രാമിൽ എൻറോൾ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ഒരാൾക്ക് ടീച്ചിങ് പ്രൊഫഷനിലേക്കും ഇതിലേക്കും വരാൻ കഴിയുള്ളൂ. പിന്നെ BEd 2 വർഷത്തെ BEd എന്ന് പറഞ്ഞ സിസ്റ്റം തന്നെ നമ്മളെ നാട്ടിൽ നിന്ന് പോകും. അതാണ് ആ ഒരു മേജർ ആയിട്ടുള്ള ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്ന് പറയുന്നത്. സോ നമ്മൾ പറഞ്ഞു ഡ്യുവൽ ഡിഗ്രി ആണെന്ന് പറഞ്ഞു, 4 വർഷം കൊണ്ട് നമുക്ക് ഈ 2 ഡിഗ്രി കിട്ടാൻ കഴിയുമെന്ന് പറഞ്ഞു. 2030 ആകുമ്പോഴത്തേന് ഈ ഒരു ഇതിലൂടെ മാത്രമേ നമുക്ക് ടീച്ചിങ് പ്രൊഫഷനിലേക്ക് വരാൻ കഴിയുള്ളൂ. ഇങ്ങനെ 3 കാര്യം നമ്മൾ പറഞ്ഞു. ഇനി നാലാമത്തത്, റെസ്പോൺസീവ് ടു ന്യൂ 5+3+3+4 ഡിസൈൻ. ഈ പാറ്റേൺ ഇത് എന്തുമായി ബന്ധപ്പെട്ട പാറ്റേൺ ആണെന്ന് ആർക്കെങ്കിലും അറിയോ? നമ്മൾ മേ ബി മോസ്റ്റ് പ്രോബ്ലി കേട്ടിട്ടുള്ള 2020 സെൻട്രൽ ഗവൺമെന്റ് പുറത്തിറക്കിയ ഒരു ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. സോ അത് എന്തിന്റെ പാറ്റേൺ ആണ് ആർക്കെങ്കിലും അറിയോ? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യായോ? എനിവൺ? 2020 പ്രത്യേകത എന്താ? എഡ്യൂക്കേഷൻ ഫീൽഡിന് 2020 പ്രത്യേകത എന്താ? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമായിരിക്കും, നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ള. എനിവൺ? ആർക്കെങ്കിലും അറിയോ? ഓക്കെ, നോ പ്രോബ്ലം, പ്രശ്നമില്ല. നമുക്ക് 2020 എഡ്യൂക്കേഷൻ, യെസ്, അമീന പറഞ്ഞിട്ടുണ്ട്, NEP, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, അല്ലെങ്കിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്നൊക്കെ നമുക്ക് പറയാം. സോ ആ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നതാണ് 2020. ആ 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ചിട്ടുള്ള പുതിയ നമ്മളെ ബേസിക് അല്ല എഡ്യൂക്കേഷന്റെ ഫോർമുലാണ് ഇത് കാണുന്നത്. അതായത് ഒരു കുട്ടിന്റെ ഏറ്റവും ലോവർ, അതായത് നമ്മൾ LKG UKG എന്നെല്ലാം പറയില്ല, അവിടെ മുതലുള്ള +2 വരെയുള്ള ആ ഒരു ലെവലിന്റെ ഒരു കട്ട് ഡൗൺ ചെയ്തതാണ് നമ്മൾ ഈ 5+3+3+4 നമ്മൾ കാണുന്നത്. ഇത് എന്താണെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ, അത് കുറച്ച് കഴിഞ്ഞിട്ടുള്ള സ്ലൈഡിൽ ഒന്നുകൂടി നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്ത് പറയാം. സോ ഈ ഒരു NEPന്റെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഫോർമുല ഉണ്ടല്ലോ, ഇതിനേക്ക് ഏറ്റവും നല്ല രീതിയിൽ അഡാപ്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം കൂടിയാണ് ഈ ITEP അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്നാണ് ഈ ഒരു സംഭവം വരുന്നത്. ഇനി അടുത്തത് സിംഗിൾ എൻട്രൻസ് സിസ്റ്റം ആണ്. അതായത് ഈ ഒരു സംഭവം ഇപ്പം BA BEd BSc BEd BCom BEd എന്ന കോഴ്സ് ഞാൻ പറഞ്ഞല്ലോ, ഇതിനു മുമ്പും പല ഇൻസ്റ്റിറ്റ്യൂഷനിലായിട്ടും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി കോളേജുകളിലായിട്ടും ഇങ്ങനത്തെ കോഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തെല്ലാം നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? ഓരോ സ്ഥലത്തേക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രൻസ് ചെയ്തിരുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അലിഗഡിൽ ഈ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു ആദ്യം. അതേപോലെ നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ ഇത് ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ അവിടേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ആയിട്ട് എൻട്രൻസ് ചെയ്തിരുന്നു. പക്ഷേ ഈ ഒരു NCT എന്ന് പറഞ്ഞ ഒരൊറ്റ എക്സാം വന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ എല്ലാ രാജ്യത്തുള്ള എല്ലാ ഇങ്ങനത്തെ കോഴ്സുകൾക്കും നമുക്ക് ഒരൊറ്റ എൻട്രൻസ് എഴുതിയാൽ മതി. അതാണ് നമ്മൾ ഈ NCT എന്ന് പറഞ്ഞത്. സോ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇനി 200-ൽ അധികം ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് എന്തുണ്ട്? നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. NCT എന്ന എക്സാം നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 200-ലധികം ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളെ വെയിറ്റ് ചെയ്യാണ് നമ്മളവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതും വലിയൊരു പോയിന്റ് ആണ്. ഇനി ഇൻടേക്സ് 16,000+ ഇൻടേക്സ് ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ടീച്ചിങ് പ്രൊഫഷനിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി 16,000-ലധികം നമ്മളെ ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ 200 ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഈ 16,000 ഇൻടേക്സിൽ പെട്ട ഒരു ഇൻടേക്ക് ആയിട്ട് നമ്മൾ മാറാന്നുള്ളതാണ് ഈ NCT എന്ന എക്സാമിനെ കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം. സോ അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അപ്പം നമ്മൾ ഒരുപാട് കാര്യം പറഞ്ഞു, ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കണം, നോട്ട് ചെയ്ത് വെക്കാം. സോ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് നൗ ഓക്കെ, ഇനി NCT 2026 ഈ ഒരു കേസിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള ടൈം ലൈൻ ഒന്ന് നമുക്ക് നോക്കി നോക്കാം. സോ ഫെബ്രുവരി 12-നാണ് ഇതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള അപ്ലിക്കേഷൻ കാര്യങ്ങളെല്ലാം വിളിച്ചു തുടങ്ങിയത്. ആൻഡ് നമ്മളെ അപ്ലിക്കേഷന്റെ സമയം സ്റ്റാർട്ട് ചെയ്തതും ഫെബ്രുവരി 12-ന് തന്നെയാണ്. ഇനി നമുക്ക് മാർച്ച് 10 11:50 വരെ നമുക്ക് എന്തുണ്ട്? അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനുള്ള സമയമുണ്ട്. ആൻഡ് നമുക്ക് ഫീ പേയ്മെന്റ് ചെയ്യാനുള്ള ലാസ്റ്റ് സമയം അത് 11 മാർച്ചിനാണ്. ആൻഡ്
ആൻഡ് ഇനി കറക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത അപ്ലിക്കേഷനിൽ എന്തെങ്കിലും എഡിറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് 12 മാർച്ച് മുതൽ 14 മാർച്ച് വരെ ചെയ്യാം. ബാക്കി ലൈക്ക് നമ്മൾ CUT-യിലുള്ള ആ ഒരു സെയിം സംഭവം തന്നെയാണ് ഇതിലും വന്നത്. എക്സാമിനേഷൻ ഡേറ്റ് ആണ് അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, April 17. സോ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, മെയിലായിരിക്കും നമുക്ക് CUT വരുന്നത് അല്ലേ. ആൻഡ് അലിഗർ എക്സാം ചെയ്യുന്നവർക്ക് April 12 അലിഗർ എക്സാം വരുന്നുണ്ട്. ഇനി ജാമ്യന്റെ എക്സാം ചെയ്യുന്നവർക്ക് April 25 മുതൽ ജാമ്യ എക്സാം വരുന്നുണ്ട്. സോ അതിൻ്റെ ഒക്കെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് April 17 നമ്മൾ ഒരിക്കലും വിട്ടുപോകരുത്. ആ ഒരു ഡേറ്റ് ആണ് ഇപ്പം നമുക്ക് തന്നത് അനുസരിച്ചിട്ടുള്ള NCT-ന്റെ ഡേറ്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. മാർക്ക് ഇറ്റ് ഇൻ യുവർ കലണ്ടർ. നമ്മളെ കലണ്ടറിൽ മാർക്ക് ചെയ്ത് വെക്കണം നമ്മൾ ആ ഒരു ഡേറ്റ്. ഓക്കെ, സോ അതാണ് ഈ വർഷത്തെ ഒരു ടൈം ലൈൻ. ബാക്കി അഡ്മിറ്റ് കാർഡ് എന്ന് റിലീസാവും, അതേപോലെ തന്നെ റിസൾട്ട് എന്നാണ് വരിക, ഈ കാര്യങ്ങളൊന്നും ഇതുവരെ അറിയിച്ചിട്ടില്ല. ബട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇനിയുള്ള ദിവസങ്ങളിലായിട്ട് തന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ കഴിയും. ഓക്കെ, സോ ഇനി നമ്മൾ എക്സാം പാറ്റേണിലേക്ക് വരാണ്. അപ്പം ഇത് കണ്ടാൽ നിങ്ങൾക്ക് ബേസിക്കലി മനസ്സിലാവും, സിമിലർ ടു നമ്മളെ CUT പോലെ തന്നെയാണ്. അതാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്, CUT അപ്ലൈ ചെയ്തവർക്ക് ഇത് ഏകദേശം ഓക്കെ ആയിരിക്കും എന്നുള്ള രീതിയിൽ. കാരണം കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് തന്നെയാണ്. MCQ, അതായത് 4 ഓപ്ഷൻ തന്നിട്ട് അതിലൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഡ്യൂറേഷൻ ഓഫ് എൻറ്റയർ എക്സാമിനേഷൻ 180 മിനിറ്റ് കണ്ട് നിങ്ങൾ ആരും നെട്ടിപ്പോരുത്, അതെനിക്ക് പറയാനുള്ളത്. കാരണം 180 മിനിറ്റ് വരുമ്പോൾ 3 മണിക്കൂറുള്ള എക്സാമിനേഷൻ ആണ്. അതെന്തുകൊണ്ടാണ് 3 മണിക്കൂർ വരുന്നത് എന്നുള്ളതിൻ്റെ കാരണം നമുക്ക് ഇനിയുള്ള സ്ലൈഡ്സിൽ കൃത്യമായിട്ട് മനസ്സിലാവും. സോ CUT-യിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് എത്ര ആയിരുന്നു, ഐ തിങ്ക് ദാറ്റ് നമുക്ക് 1 മണിക്കൂർ ലൈക്ക് ദാറ്റ്. യെസ്, 1 മണിക്കൂറാണ്. യെസ്, 1 മണിക്കൂറാണുള്ളത് ഒരു പേപ്പറിന്. പക്ഷെ ഇവിടെ നമുക്ക് 3 മണിക്കൂറുണ്ട്. 3 മണിക്കൂറാകുമ്പം അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പണി പോലെ അവിടെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാവല്ലോ സ്വാഭാവികമായിട്ടും നമ്മളെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ പണി എന്താന്നുള്ളത് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അത്. ആൻഡ് ഇനി കറക്റ്റ് ആൻസറിന്റെ ഇതിലേക്ക് വരാണെങ്കിൽ, സോ CUT-യിൽ നമുക്ക് ഒരു ആൻസർ ശരിയായിട്ടുണ്ടെങ്കിൽ എത്ര മാർക്കാ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? CUT-യിൽ നമുക്കൊരു ആൻസർ ശരിയായിട്ടുണ്ടെങ്കിൽ എത്ര മാർക്കായിരിക്കും? എനിവൺ? ഓക്കെ, ഇത് നമ്മളെ NCT-യിൽ ഇവിടെ +4. ഓക്കെ, CUT-യിൽ നമുക്ക് എത്ര മാർക്കാണ് ഒന്ന് ശരിയായിട്ടുണ്ടെങ്കിൽ? 4 അല്ല നമുക്ക് വരുന്നത്, 4-നേക്കാളും ഒന്ന് കൂടിയിട്ട് 5 ആണ് നമുക്ക് എന്ത് വരുന്നത്, CUT-യിൽ ഒരു റൈറ്റ് ആൻസറിനുള്ള മാർക്ക് എന്ന് പറയുന്നത്. ആൻഡ് അത് ഇനി ഇതിന്റെ കേസിലേക്ക് വരാണെങ്കിൽ, ഓക്കെ ജസ്റ്റ് ഓക്കെ സോറി ജസ്റ്റ് എൻ്റെ കൈമന്ന് വന്നു അതാണ്. ഓക്കെ സോറി. സോ ഇൻകറക്റ്റ് ആൻസറിനാണെങ്കിൽ -1 മാർക്കാണ്. ആൻഡ് നമ്മളൊരു ആൻസർ ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ലെങ്കിൽ 0 മാർക്കാണ് നമുക്ക് അതിന് വരുന്നത്. സോ ഒരു റൈറ്റ് ആൻസറിന് 4 മാർക്കാണ്, ഇൻകറക്റ്റ് ആൻസർ ആണ് -1 ആണ്, ആൻഡ് അൺഅറ്റംപ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് 0 മാർക്കാണ്. ഓക്കെ, സോ ഓക്കെ താങ്ക് യു. സോ അങ്ങനെയാണ് നമുക്ക് വരുന്നത്. ആൻഡ് ഇനി നമുക്ക് മീഡിയം ഓഫ് എക്സാമിനേഷനിലേക്ക് നീങ്ങാം. സാധാരണ രീതിയിൽ മീഡിയം ഓഫ് എക്സാമിനേഷൻ നമ്മൾ അങ്ങനെ ബാധിക്കാറില്ല. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ 2 രീതിയിൽ കിട്ടും. ഒന്നെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ മാത്രം, അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷും നമ്മളെ ഒരു ലാംഗ്വേജ് ഉണ്ടാവല്ലോ. നമ്മളെ ലാംഗ്വേജ് പറയുമ്പം നമ്മളെ നേറ്റീവ് ആയ ലാംഗ്വേജിൽ നമുക്ക് കിട്ടും. അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ മലയാളീസ് എന്താ ചെയ്യാറുള്ളത്, ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷ് കൊടുക്കും, സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് മലയാളം കൊടുക്കും. സോ ഈ 2 രീതിയിൽ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കാണാൻ കഴിയുന്ന രീതിയിലാണ് വരാറുള്ളത്. അപ്പം ഇവിടെയും അതുപോലെ തന്നെ ആണുള്ളത്. നമുക്കൊരു മൊത്തം 13 ലാംഗ്വേജിൽ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആയിട്ട് കിട്ടും മീഡിയം ഓഫ് എക്സാമിനേഷൻ ആയിട്ട്. അതിൽ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എക്സാമിനേഷൻ സെന്റേഴ്സ് നോക്കുന്ന സമയത്ത് നമ്മളിതിൽ കേരള, ഇംഗ്ലീഷ് ആൻഡ് മലയാളം ഉള്ളത് 7th 1 ആണ്. അതിനെ തൊട്ടടുത്തുള്ളത് നോക്കി നോക്കിയേ, എക്സാമിനേഷൻ സെന്റേഴ്സ് ഇൻ കേരള ആൻഡ് ലക്ഷദ്വീപ്. കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നും എക്സാം എഴുതുന്ന, അതായത് കേരളത്തിലെയും ലക്ഷദ്വീപിലെയും എക്സാമിനേഷൻ സെന്റേഴ്സ് ഉണ്ടാവല്ലോ, അവിടെ നിന്ന് എക്സാം എഴുതുന്ന ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, മീൻസ് ഈ ഒരു പേപ്പർ, അതായത് ഇങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആയിട്ട് കിട്ടുള്ളൂ. അതായത് കമ്പ്യൂട്ടറിൽ നമുക്ക് അങ്ങനെ കിട്ടുള്ളൂ. അപ്പം അത് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം കേരളത്തിന് പുറത്ത് നിൽക്കുന്ന മലയാളീസ് ഉണ്ടെങ്കിൽ അവരെ കംഫർട്ടും കാര്യങ്ങളും അനുസരിച്ചിട്ട് അവർ നോക്കിയിട്ട് വേണം ഇതൊന്ന് സെലക്ട് ചെയ്യാൻ. കാരണം നമ്മൾ ഇംഗ്ലീഷ് ആൻഡ് മലയാളം ആ ഒരു രീതിയിലാണ് പേപ്പർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കേരളത്തിലും ലക്ഷദ്വീപിലും എക്സാം സെന്റേഴ്സിൽ നമ്മൾ എക്സാം എഴുതിയിരിക്കണം. സോ അതൊരു ഫാക്ടറാണ്. അത് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യുക നമ്മൾ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഇനി സ്കീം ഓഫ് ദി എക്സാമിനേഷൻ. ഇത് കുറച്ചൊരു കോംപ്ലക്സ് ആയിട്ടുള്ള
കാര്യമാണ്. എനിവേ എന്നാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് കണ്ടാൽ നമ്മളിങ്ങനെ കുറേ എന്ത് വിചാരിക്കും, പക്ഷെ നമ്മൾ അങ്ങനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് CUT ഇതിലെല്ലാം നമ്മൾ പറയേണ്ടത് നമുക്ക് 3 സെക്ഷനാണ് ഉള്ളത്. അത് ഒന്ന് നമ്മളെ ലാംഗ്വേജ്, രണ്ടാമത്തേത് ഡൊമൈൻ സ്പെസിഫിക്, മൂന്നാമത്തേത് ജനറൽ ടെസ്റ്റ്. ഇങ്ങനെ 3 ഉള്ളത്. പക്ഷെ ഇവിടെ നമുക്ക് ഈ 3 ഒന്നും കൂടി വരുന്നുണ്ട്. അതാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഉള്ളത്. അപ്പം സെക്ഷൻ 1ലേക്ക് വരുമ്പം ഞാൻ CUT ആയിട്ട് അധികം കമ്പയർ ചെയ്ത് പറയുന്നില്ല. മേ ബി നിങ്ങൾക്ക് ചിലപ്പം കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ഇനി സെക്ഷൻ 1ലേക്ക് വരുമ്പം അവിടെ 38 ലാംഗ്വേജസ് ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ 2 ലാംഗ്വേജ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ആൻഡ് മാർക്കിംഗ് കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ നോക്കണ്ട, ഞാൻ ഒന്നുകൂടി മനസ്സിലാവുന്ന രീതിയിലാണ് പറയേണ്ടത്. ആൻഡ് ഇനി സെക്ഷൻ 2 ഡൊമൈൻ സ്പെസിഫിക്കിലേക്ക് വരുമ്പം അവിടെ 26 ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് ഉള്ളത്. ആൻഡ് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, മൂന്ന് ഡൊമൈൻ സ്പെസിഫിക് സംഭവമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇനി ജനറൽ ടെസ്റ്റും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും വെരി ഇമ്പോർട്ടൻറ്റ്, അത് മാൻഡറ്ററി ആണ്. നമ്മൾ എന്തായാലും നമ്മൾ അത് അപ്പിയർ ചെയ്തിരിക്കണം. സോ ലാംഗ്വേജിലും ഡൊമൈനിലും മാത്രമേ നമുക്ക് പേപ്പേഴ്സ് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനുള്ളൂ. മറ്റ് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്തിരിക്കണം. ഇതിൽ ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഉള്ളത് മാത്രമാണ് നമുക്ക് അധികമായിട്ട് വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും, CUT-യിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇതിലും വരുന്നത്. സോ ഇതിൽ CUT-നേക്കാളും കൂടുതലായിട്ട് വന്നത് എന്തായിരിക്കും, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് മാത്രമാണ്. സോ നമ്മൾ CUT-ക്ക് പഠിക്കാനിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു എക്സാം എന്തായിരിക്കും, സിമ്പിൾ ആയിരിക്കും. ഇനി ടോട്ടൽ 5 പേപ്പേഴ്സ്, ഓക്കെ ടോട്ടൽ 5 പേപ്പേഴ്സ് ആണ് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ കേസിലേക്ക് ഞാൻ വരാം. അതായത് ഇനി നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. ഓക്കെ, ഈ ഒരു സ്ലൈഡ് ഇവിടെ കണ്ടിട്ട് നിങ്ങൾക്ക് ടോട്ടൽ 5 പേപ്പേഴ്സ് അല്ല എന്നുള്ള കാര്യം ബേസിക്കലി മനസ്സിലായിട്ടുണ്ട്. നമുക്ക് 7 പേപ്പേഴ്സ് വരുന്നുണ്ട്. ആൻഡ് ഇതിൽ നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. CUT-യിൽ നമ്മൾ ഓരോ പേപ്പറും സെപ്പറേറ്റ് ആയിട്ടല്ലേ നമ്മൾ എക്സാം എഴുതിയിരുന്നത്. അതായത് നമുക്ക് ഒരേ പേപ്പറിൻ്റെ എക്സാം കഴിയും, അടുത്ത പേപ്പറിൻ്റെ എക്സാം വരും, അങ്ങനെയാണ് നമ്മൾ CUT-യിൽ ചെയ്തിരുന്നത്. ഇവിടെ നമുക്ക് ഈ പേപ്പറും കൂടി ഒരൊറ്റ എക്സാം ആയിട്ടാണ് നടക്കുന്നത്. ഇപ്പം മനസ്സിലായില്ലേ നമുക്ക് എന്തുകൊണ്ടാണ് 3 മണിക്കൂർ സമയം NTA കണ്ടനുവദിച്ചു തന്നതെന്ന്. അല്ലെങ്കിൽ NTA ഒരിക്കലും അങ്ങനെ തരൂലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, 180 മിനിറ്റ് 3 മണിക്കൂർ NTA തന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പണിയും NTA കണ്ടുവച്ചിട്ടുണ്ടാവും. സോ ആ പണിയാണ് നമ്മളിപ്പം കാണുന്നത്. അതായത് CUT-യിൽ നമ്മൾ ഓരോ പേപ്പറും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ എഴുതുന്നെങ്കിൽ ഇവിടെ നമ്മൾ ഈ പേപ്പറും കൂടി നമ്മൾ ഒറ്റ സ്ട്രെച്ചിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പം 3 മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ പേപ്പർ നമ്മൾ എഴുതി തീർക്കണം. അപ്പം അതൊരൊറ്റ സിംഗിൾ എക്സാം ആയിട്ടേക്കും നടക്കുന്നുണ്ടാവുക. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആൻഡ് ഇതിൽ നിങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാം, നമുക്ക് 4 സെക്ഷൻ വരുന്നുണ്ട്. സെക്ഷൻ 1 നമ്മൾ 2 ലാംഗ്വേജസ് ആണ് എഴുതേണ്ടത്. 2 ലാംഗ്വേജ് അറിയുമ്പം 38 ടോട്ടൽ ലാംഗ്വേജസ് ആണല്ലോ ഉള്ളത്. അതിൽ നിന്നിട്ടാണ് നമ്മൾ 2 ലാംഗ്വേജ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് 23 ടോട്ടൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമ്മൾ 20 അറ്റൻഡ് ചെയ്താൽ മതി. 3 ഓപ്ഷണലാണ്. ഈ ഓപ്ഷണൽ ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫ്യൂച്ചർ ആയിട്ട് നിങ്ങളെ അഡ്വാൻറ്റേജ് ആണ്, നിങ്ങളെ പോസിറ്റീവ് ആണ്, നിങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്യണം. CUT-യിൽ നമുക്ക് എന്തില്ലായിരുന്നു, ഓപ്ഷണൽ പറഞ്ഞ സംഭവം ഇല്ലായിരുന്നു. മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. കാരണം എന്നാലേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ഒഴിച്ചു വിടാനുള്ള, അതായത് നമുക്ക് മാറ്റി നിർത്താനുള്ള ഒരു ഫെസിലിറ്റി നമുക്ക് NTA തന്നിട്ടുണ്ട്. അപ്പം 23 ക്വസ്റ്റ്യനിൽ 20 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് എന്ത് ചെയ്യും, ഫുൾ മാർക്ക് കിട്ടും. അത് നിങ്ങൾ നോക്കാം, വേരിയേഷൻ വരുന്നുണ്ട്. ഇപ്പം ഡൊമൈൻ സ്പെസിഫിക്കിന്റെ കേസിലേക്ക് വരുമ്പം അവിടെ 23 എന്നുള്ളത് മിസ്റ്റേക്ക് വന്നതാണ്. 26 ഡൊമൈൻ സ്പെസിഫിക്കിനാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, 3 സെലക്ട് ചെയ്യേണ്ടത്. 3 സെലക്ട് ചെയ്യുമ്പം നമുക്ക് 28 ക്വസ്റ്റ്യൻ ആണ് ഒന്നിലുണ്ടാവുക. അതിൽ നിന്ന് നമ്മൾ 25 അറ്റൻഡ് ചെയ്യണം. ഇനി ജനറൽ ടെസ്റ്റിന്റെ കേസിലേക്ക് വരുമ്പോഴും ടോട്ടൽ ക്വസ്റ്റ്യൻ 28 ആണ്. അതിൽ നിന്ന് നമ്മൾ 25 സെലക്ട് ചെയ്യണം. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ കേസിൽ വരുമ്പോൾ 23 ടോട്ടൽ ക്വസ്റ്റ്യൻ, അതിൽ നമ്മൾ 20 അറ്റൻഡ് ചെയ്യണം. ഓക്കെ, സോ ഇതാണ് നമ്മളെ ടോട്ടൽ ആയിട്ടുള്ള സ്ട്രക്ചർ അല്ലെങ്കിൽ പാറ്റേൺ എന്ന് പറയുന്നത്. നമുക്ക് 7 പേപ്പേഴ്സ് ഉണ്ടാവും. ആ 7 പേപ്പേഴ്സ് നമ്മൾ ഒരൊറ്റ സമയത്തേക്ക് എക്സാം ഉണ്ടാവുക. അങ്ങനെ ടോട്ടൽ 180 മിനിറ്റേക്ക് നമുക്ക് ഉണ്ടാവുക. അതായത് 3 മണിക്കൂറേക്ക് നമുക്ക് ഉണ്ടാവുക. അതിൽ നിന്ന് ഓരോ പാർട്ടിലും, അതായത് ലാംഗ്വേജിന്റെ 2 പാർട്ട് വരുന്നുണ്ട്, ഡൊമൈൻ സ്പെസിഫിക്കിന് 3 പാർട്ട് വരുന്നുണ്ട്, പിന്നെ ജനറൽ ടെസ്റ്റും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ്. ഇതിൽ ഓരോ പാർട്ടിലും നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ലീവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ട്. സോ അങ്ങനെ വരുമ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു 160 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടത്, അല്ലേ? 25ന്റെ 4 പാർട്ടും 20ന്റെ 3 പാർട്ടും, അതായത് 160 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. ടോട്ടൽ നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, 181 ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ട്. 181 ക്വസ്റ്റ്യൻസ് നമ്മൾ 160 അറ്റൻഡ് ചെയ്യണം. സോ
ഇനി നമ്മൾ ഒന്നും കൂടിയും കുറച്ച് മാത്സ് കാൽക്കുലേഷനിലേക്ക് നീങ്ങണം. അതായത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ 180 മിനിറ്റ്സ് അല്ലേ ഉള്ളത്, അതിൽ നമ്മൾ 160 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യണം. സോ നമുക്ക് ഒരു ക്വസ്റ്റ്യന് നമുക്ക് 1 പോയിന്റ് സംതിങ് മിനിറ്റ്സ് മാത്രമേ കിട്ടുള്ളൂ. അതും എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ഒന്നിലധികം മിനിറ്റ് കിട്ടിയെന്ന് വരൂല. അപ്പം 3 മണിക്കൂറിൽ നമ്മൾ ടോട്ടൽ 160 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പം അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വേർഷനിലേക്ക് നമുക്ക് നീങ്ങാം. ആൻഡ് പ്രാക്ടിക്കൽ വേർഷനിലേക്ക് നീങ്ങുന്ന സമയത്ത് ഓക്കെ, ഞാൻ ഇവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എനിവൺ, ജസ്റ്റ് 1 മിനിറ്റ്. ഓക്കെ, ആശ മുഹമ്മദ് ആരാ? ജസ്റ്റ് ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്യോ ആശ മുഹമ്മദ്? യെസ്. ഓക്കെ ഓക്കെ. +2 ഏതാണ് സ്ട്രീം വരുന്നത്? കോമേഴ്സ്. സോ ഓഫ് കോഴ്സ് ബികോം ബി എഡിനല്ലേ നോക്കുന്നത്? ആയിരിക്കില്ല, ബികോം ഫീൽഡ് തന്നെയല്ലേ നോക്കാം? അല്ല അല്ലേ, ഏതാണ്, ഏത് ഫീൽഡാണ്? BA അതായത് പൊളിറ്റിക്കൽ സയൻസ് വിത്ത്. ഓക്കെ, BA പൊളിറ്റിക്കൽ സയൻസ് വിത്താണ് നോക്കുന്നത്. അപ്പം BA BEd എന്നുള്ള രീതിയിലേക്ക് നോക്കുന്നത്. സോ ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള 2 ലാംഗ്വേജ് ഏതാണ്? അതല്ലെങ്കിൽ +1 +2 ആ പഠിച്ച 2 ലാംഗ്വേജ് ഏതെല്ലാണ്? ഇംഗ്ലീഷ്, മലയാളം. സോ ഇംഗ്ലീഷ്. അപ്പൊ നമുക്ക് ലാംഗ്വേജ് 1 ഇംഗ്ലീഷും ലാംഗ്വേജ് 2 മലയാളം കൊടുക്കാൻ കഴിയും. ഇനി ഡൊമൈൻ, 3 ഡൊമൈൻ പറ, ഏറ്റവും ഇഷ്ടപ്പെട്ട 3 ഡൊമൈൻ പറ. പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ്. യെസ്, ഈ 3 ഡൊമൈൻ നമുക്ക് കൊടുക്കാൻ കഴിയും. സോ അങ്ങനെ നമുക്ക് കൊടുക്കാം. ഇനി അപ്പം 5 പേപ്പർ ഓൾറെഡി സെലക്റ്റഡ് ആയി. ഇനി ജനറൽ ടെസ്റ്റും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഇനി എന്തായാലും സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പം ലാംഗ്വേജിന്നും ഡൊമൈനും ഇനി സെലക്ട് ചെയ്തതിനു ശേഷം ജനറൽ ടെസ്റ്റും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്തായാലും ചെയ്യണം. അങ്ങനെ ടോട്ടൽ 7 പേപ്പേഴ്സ് ആണ് വരുന്നത്. സോ അതാണ് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഇത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാംഗ്വേജസിന്റെ ഇത് കൊടുത്തിട്ടുണ്ട്, ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ പറഞ്ഞാൽ 38 ലാംഗ്വേജസ് അല്ല, അതിൽ ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജും വരുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഇതിലേക്ക് വരുമ്പോൾ ഡൊമൈൻ്റെതാണ്. ഇവിടെ ഞാൻ പറഞ്ഞ നമുക്ക് ടോട്ടൽ 26 ഇത് വരുന്നുണ്ട്. സോ ആ 26 എണ്ണത്തിൽ സയൻസിന്റെ വരുന്നുണ്ട്, കൊമേഴ്സിന്റെ വരുന്നുണ്ട്, ആൻഡ് അതേപോലെ ഹ്യൂമാനിറ്റീസിന്റെ കാര്യം വരുന്നുണ്ട്. സോ ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ വരുന്നുണ്ട്. അപ്പം ഇതിന്ന് നമുക്ക് എന്ത് ചെയ്താൽ മതി, 3 സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, ആൻഡ് ഇനി സിലബസ് ലാംഗ്വേജിന്റെ കേസിലാണെങ്കിൽ നമ്മൾ നോർമൽ ആയിട്ടുള്ള റീഡിങ് കോംപ്രിഹെൻഷൻസ്, ലിറ്ററേച്ചർ ആൻഡ് ലിറ്റററി ആപ്റ്റിറ്റ്യൂഡ്, വൊക്കാബുലറി നമ്മൾ ഓൾമോസ്റ്റ് ഇതിന് കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മളെ CUT കണ്ട പോലെ അത് തന്നെയാണ് വേണ്ടത്. ഡൊമൈൻ സബ്ജക്റ്റിന് CUT പോലെ തന്നെ +2 സിലബസ് തന്നെയാണ് വേണ്ടത്. ജനറൽ ടെസ്റ്റും ലൈക്ക് സെയിം CUT, എന്താ പറയുക, ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്, ന്യൂമറിക്കൽ എബിലിറ്റി, മെന്റൽ എബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്, ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ റീസണിങ്, ലൈക്ക് ദാറ്റ്, അത് തന്നെ. ഇനി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ് നമുക്ക് പുതിയതായിട്ടുള്ളത്. അവിടെ നമുക്ക് ഈ ടീച്ചിങ് റിലേറ്റഡ് ടു സയൻസ്, ആർട്സ്, മാത്തമാറ്റിക്സ്, പെർഫോമിംഗ് ആർട്സ്, ലാംഗ്വേജ്, ഈ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സോ ഇത് നിങ്ങൾക്ക് എവിടെ കിട്ടുമെന്ന് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സെർച്ച് ചെയ്താലും അല്ലെങ്കിൽ നിങ്ങൾക്ക് പോളിഗ്രാഡിൻ്റെ ഈ ഒരു ഫ്രീ ഗൈഡൻസ് കാര്യങ്ങളിലെ ഗ്രൂപ്പിലൊക്കെ നമ്മൾ എന്ത് ചെയ്ത് ഇതിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളെല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. സോ അതിനെപ്പറ്റി വേറെ ഇടാവേണ്ട ആവശ്യമില്ല, നമുക്ക് കവർ ചെയ്തെടുക്കാൻ കഴിയും. അത് മാത്രമേ നിങ്ങൾക്ക് പുതിയതായിട്ടുണ്ടാവാം. സോ അതാണ് സിലബസിൽ നമുക്ക് അങ്ങനെ പുതിയതായിട്ട് അങ്ങനെ ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അല്ലാണ്ട് ബാക്കിയെല്ലാം നോർമൽ അറിയുന്നത് തന്നെയാണ്. ഓക്കെ, സോ ഇനി സ്റ്റേജ് സ്പെഷ്യലൈസേഷൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേജ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്റ്റാർട്ടിങ്ങിൽ, അതായത് NEPയിലെ 5+3+3+4 അതിനുള്ള റെസ്പോൺസീവ് ആയിട്ടാണ് ഇത് വന്നെന്നുള്ളത്. അത് എന്തുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മളെ പുതിയതനുസരിച്ചിട്ട് ഫൗണ്ടേഷണൽ സ്റ്റേജ് നമുക്ക് പ്രീ സ്കൂൾ മുതൽ 3-ാം ക്ലാസ് 2-ാം ക്ലാസ് വരെയാണ് നമുക്ക് വരുന്നത്. പ്രിപ്പറേറ്ററി സ്റ്റേജ് ആണ് 3-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെ. മിഡിൽ സ്റ്റേജ് ആണ് 6 മുതൽ 8 വരെ. സെക്കൻഡറി സ്റ്റേജ് ആണ് 9 മുതൽ 12 വരെ. സോ ഇനി ഇവിടെ നമുക്ക് എന്ത് പ്രസക്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഓരോ യൂണിവേഴ്സിറ്റി ഞാൻ പറഞ്ഞല്ലോ BA BEd, BCom BEd, BSc BEd എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. അവരിത് പ്രൊവൈഡ് ചെയ്യുക ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിലൊക്കെ ആയിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പം ഫോർ എക്സാമ്പിൾ അറിയുകയാണെങ്കിൽ അലിഗർ BA BEd പ്രൊവൈഡ് ചെയ്യുന്നത് സെക്കൻഡറി സ്റ്റേജ് ആണെന്ന് ഇമാജിൻ ചെയ്യുക, നമ്മൾ ജസ്റ്റ് വിചാരിക്കുക. ജാമിയ BA BEd പ്രൊവൈഡ് ചെയ്യുന്നത് മിഡിൽ സ്റ്റേജിലാണെന്ന് വിചാരിക്കാം. സോ അത് രണ്ടും നമ്മൾ സെലക്ട് ചെയ്താലുള്ള വ്യത്യാസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏത് സ്റ്റേജാണോ സെലക്ട് ചെയ്യുന്നത് അതിൽ നിന്ന് നമ്മൾ പാസ് ഔട്ട് ആയി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റേജിൽ പഠിപ്പിക്കാനുള്ള യോഗ്യതയാണ് കിട്ടുന്നത്.
ഞാൻ ഒന്നും കൂടി പ്രാക്ടിക്കൽ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പം അമീന ഇവിടെ സെലക്ട് ചെയ്തത് സെക്കൻഡറി സ്റ്റേജ് ആണ്, ആൻഡ് അതേപോലെ മുഹമ്മദ് സെലക്ട് ചെയ്തത് മിഡിൽ സ്റ്റേജ് ആണ് വിചാരിക്കാം. സോ ഇനി മുഹമ്മദ് മിഡിൽ സ്റ്റേജിൽ ജാമ്യയിൽ BA BEd ചെയ്യാണ്, അമീന സെക്കൻഡറി സ്റ്റേജിൽ അലീഗറിൽ BA BEd ചെയ്യാണ്. നിങ്ങൾ 4 വർഷം ഇങ്ങനെ പഠിച്ചിറങ്ങി. ഇപ്പം BEd എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിപ്പിക്കാനുള്ള യോഗ്യതയാണല്ലോ ബേസിക്കലി. സോ ആരെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് എന്നുള്ളതുണ്ടല്ലോ. അപ്പം മിഡിൽ സ്റ്റേജ് ആണ് ആര് പാസ് ഔട്ട് ചെയ്തത്? മുഹമ്മദ് പാസ് ഔട്ട് ചെയ്തത്. മിഡിൽ സ്റ്റേജ് പാസ് ഔട്ട് ആയതുകൊണ്ട് മോമയിന് 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളുണ്ടല്ലോ, അവരെ മോമയിന് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? പഠിപ്പിക്കാൻ കഴിയുള്ളൂ. അമീന സെക്കൻഡറി സ്റ്റേജിലാണ് ഇത് ചെയ്തതുകൊണ്ട് അമീനക്ക് എന്ത് ചെയ്യാൻ കഴിയും? 9 മുതൽ +2 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള യോഗ്യത കിട്ടും. സോ അത് നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റി നോക്കുന്ന സമയത്തും ഈ ഒരു കാര്യം ഉണ്ടല്ലോ, അവർ ഏത് സ്റ്റേജിലാണ് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളതുണ്ടല്ലോ, അത് നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ. സോ ആ കാര്യം എല്ലാവരും ഒന്ന് ബി കെയർഫുൾ, നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. ഓക്കെ, സോ ഇനി നമ്മൾ സ്റ്റേജ് സ്പെഷ്യലൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യണേ, നിങ്ങൾ എന്തായാലും ചോദിക്കണം. ഓക്കെ, സോ ഇനി കേരളത്തിൽ എക്സാമിനേഷൻ ഇതിലേക്ക് വരാണെങ്കിൽ, ഓക്കെ, എക്സാമിനേഷൻ ഇതിലേക്ക് വരാൻ നമുക്ക് എറണാകുളം, കണ്ണൂർ, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ, ഈ ജില്ലകളിലെല്ലാം നമുക്ക് എന്തുണ്ട്? എക്സാമിനേഷൻ സെന്റേഴ്സ് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഏകദേശം ബേസിക്കലി നോക്കിയാൽ മനസ്സിലാവും അത്. ആൻഡ് യാ, ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത് നമുക്ക് എല്ലാ ജില്ലയിലും വരുന്നില്ല. ഓക്കെ, IIT കേസ് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ആൻഡ് അതിനു മുമ്പ് ഇതും കൂടി ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഇതാക്കി തരാം. സോ ഇനി ഫീസ് സ്ട്രക്ചറിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 1200 ആണ് ഫീസ് വരുന്നത്. ഇനി OBC കാറ്റഗറി ആണെങ്കിൽ 1000 ആണ് വരുന്നത്. SC ST കാറ്റഗറി ആണെങ്കിൽ 650 ആണ് നമുക്ക് എന്ത് വരുന്നത്? ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളും വരുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് നമുക്ക് ബേസിക്കലി ഇതിനെ പറ്റി പറയാനുള്ളത്. സോ ഞാൻ വിചാരിക്കുന്നു ക്ലിയർ ആണെന്ന്. ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ ജസ്റ്റ് 1 മിനിറ്റ്. ഞാൻ ജസ്റ്റ് പ്രസന്റേഷൻ ഒന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞുതരാം. IIT, ഓക്കെ, IITന്റെ കേസ് ആയിരുന്നല്ലോ വന്നത്. ആൻഡ് IITന്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു ഒരേ IIT തന്നെ മേ ബി എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? സെക്കൻഡറി സ്റ്റേജിലും കോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, എലമെന്ററി സ്റ്റേജിലും പ്രൊവൈഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ 4 എണ്ണത്തിൽ ഏത് സ്റ്റേജിൽ വേണമെങ്കിലും ഒരേ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി കൂടുതലായിട്ട് നോക്കുന്ന സമയത്ത് അധിക ഇൻസ്റ്റിറ്റ്യൂഷനും നമുക്കറിയാം ഈ ഒരു സെക്കൻഡറി സ്റ്റേജിലാണ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നമുക്ക് 9th മുതൽ +2 വരെയുള്ള സെക്കൻഡറി സ്റ്റേജിലാണ് അധിക ഇൻസ്റ്റിറ്റ്യൂഷനും കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആ ഒരു രീതിയിലാണ് നമ്മൾ അധികം ആൾക്കാർ നോക്കുന്നതും ആ ഒരു സ്റ്റേജ് തന്നെ ആയിരിക്കും. പിന്നെ വേറൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ഇപ്പം ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ, ഇപ്പം ചില ഇൻസ്റ്റിറ്റ്യൂഷനിൽ BA BEd ഉണ്ടാവും, BSc BEd ഉണ്ടാവും, ചിലപ്പം BCom BEd ഉണ്ടായിന്ന് വരൂല. ആൻഡ് ചില ഇൻസ്റ്റിറ്റ്യൂഷനിൽ BSc BEd ഉണ്ടാവും, വേറെ 2 ഉണ്ടായില്ല എന്ന് വരും. അപ്പം അത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ടായിരിക്കും. പിന്നെ വേറൊരു കാര്യം നമ്മൾ നോക്കേണ്ടത്, ഓരോ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷന് അതിൻ്റെ സൈറ്റിൽ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? നമ്മൾ ഇന്ന കോഴ്സ് നോക്കണമെങ്കിൽ നമ്മൾ ഏതെല്ലാം പേപ്പർ എഴുതിയിരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടാവും. അപ്പം ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് BSc BEd പോലുള്ള കോഴ്സുകൾക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് നമ്മൾ 3 ഡൊമൈൻ ആയിട്ട് എഴുതേണ്ടി വരും. സോ അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരിക്കലും അത് വിട്ടുപോകരുത്, മറക്കരുത്. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ബേസിക്കലി നമുക്കൊരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതായത് BA BEd പഠിച്ച ഒരാൾ അല്ലെങ്കിൽ നോക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഈ +2 പഠിച്ച സബ്ജക്റ്റുകൾ തന്നെ എഴുതേണ്ടി വരിക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും നിങ്ങൾക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ആ കാര്യത്തിൽ ഓരോ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ
പ്രോസ്പെക്ടസ് അല്ലെങ്കിൽ അവരെ സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ BSc B.Ed ആണ് നോക്കുന്നെങ്കിൽ നമ്മളവിടെ ഏതെല്ലാം കോഴ്സുകളാണ് എഴുതേണ്ടി വരിക എന്നുള്ളത്. അത് IITന്റെ കേസ് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയാം, IITs കൂടുതലായിട്ട് BSc B.Ed കോഴ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. BA B.Ed കോഴ്സസ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ അത് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു NCERTന്റെ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ എന്ന് പറഞ്ഞ സംഭവമാണ്, നമ്മൾ ഓൾറെഡി ഗ്രൂപ്പിലെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ആ ബുള്ളറ്റിന്റെ ഏറ്റവും ലാസ്റ്റിൽ അപ്പൻഡിക്സ് 1 കാണാൻ കഴിയും. ആൻഡ് അതിൽ നോക്കിയാൽ ഈ 200-ലധികം ഇൻസ്റ്റിറ്റ്യൂഷനും ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സും നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഏതെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതെല്ലാം കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ. ദെൻ അതിനുശേഷം നമ്മൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സൈറ്റിൽ കയറിയാൽ നമുക്ക് എന്ത് മനസ്സിലാവും, നമ്മൾ അവിടേക്ക് ഏതെല്ലാം പേപ്പേഴ്സാണ് എഴുതേണ്ടത് എന്നുള്ളത് മനസ്സിലാവും. സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഇൻ കേസ് ഓക്കെ അല്ലെങ്കിൽ ക്ലിയർ അല്ലെങ്കിൽ ഒന്ന് പറയണേ. എനിമോർ വേറെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ? നമ്മൾ പറഞ്ഞ ആ ഒരു സ്ട്രക്ചറിന്റെ കേസിലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും കേസിൽ ഡൗട്ട്സ് വന്നിട്ടുണ്ടോ? ഇല്ലാന്ന് തോന്നുന്നുണ്ട്, എല്ലാവരും ക്ലിയർ ആണെന്ന് വിചാരിക്കാണ്. ഓക്കെ അപ്പോൾ ഓക്കെ ഓക്കെ, നമുക്ക് താങ്ക് യു. ഡീറ്റെയിൽ ആയിട്ട് മനുഷ്യ ഡീറ്റെയിൽ ആയിട്ട് NCERTയെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ പൊളിഗ്രേഡും മനുഷ്യയൊക്കെ കൂടെ ഉണ്ട്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മളോട് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ തന്നെ വളരെ ശ്രദ്ധിച്ചായിരിക്കണം ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഓരോ കാര്യങ്ങളും നിങ്ങൾ ഉറപ്പ് വരുത്തിന് മാത്രം എന്ത് ചെയ്താൽ മതി, അപ്ലൈ ചെയ്താൽ മതി. വീണ്ടും ആ ഒരു കറക്ഷൻ വിൻഡോ രീതിയിലേക്ക് മാറ്റി വെക്കേണ്ട, ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക. അപ്പം എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ എത്താൻ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും പോളിഗ്രേഡ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പം എല്ലാവർക്കും വിഷ് യു ഓൾ ദ ബെസ്റ്റ്. അപ്പം ജോയിൻ ചെയ്ത എല്ലാവർക്കും, അതുപോലെ തന്നെ നമുക്ക് സെഷൻ എടുത്ത് തന്ന മനുഷ്യക്കും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ഇതിനിടയിൽ? മ്യൂട്ടാണ് തോന്നുന്നു. സോറി. സോ നിങ്ങൾ ജസ്റ്റ് വിചാരിച്ചിട്ടുണ്ടാവും നമ്മൾ എന്തുകൊണ്ട് ആപ്ലിക്കേഷന്റെ കാര്യം പറഞ്ഞിട്ടില്ല എന്നുള്ളത്. ആപ്ലിക്കേഷന്റെ കാര്യം ഞാൻ പറയാതിരുന്നത്, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ CUT നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെയാണെന്നുള്ളത്. ആൻഡ് ആ സെയിം രീതിയിൽ തന്നെയാണ് ഇതിന്റെ ആപ്ലിക്കേഷനും വരുന്നത്. ആകെ വ്യത്യാസം വരെ നമ്മൾ ഈ സബ്ജക്ട് സെലക്ട് ചെയ്യുമ്പോഴാണ്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മളെ ഫോട്ടോഗ്രാഫും അതേപോലെ സിഗ്നേച്ചറും നമ്മൾ ഈ എന്തെങ്കിലും ഡിസേബിൾഡ് ആണെങ്കിൽ അതിൻ്റെ ഉള്ള സർട്ടിഫിക്കറ്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, സെയിം ആസ് CUT. സോ അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്ടിരുന്നത്. ആ ഒരു കാര്യം മാത്രമേ ഇതുള്ളൂ. ബാക്കി നിങ്ങൾ കോമൺ ആപ്ലിക്കേഷൻ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. അപ്പം ടീച്ചിങ് ആണ് നിങ്ങളുടെ പ്രൊഫഷനെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ ഡിഗ്രി ചെയ്ത് വീണ്ടും 2 വർഷം കളയുന്നതിന് പകരം വലിയൊരു ഓപ്ഷനാണ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പം എന്തായാലും എന്ത് ചെയ്യുക, എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക. അപ്പം എല്ലാവർക്കും, പ്രത്യേകിച്ച് അമൻഷയ്ക്ക് ഈ ഒരു ഡീറ്റെയിൽ ആയിട്ട് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പറഞ്ഞതിന് പോളിഗ്രേഡിന്റെ എല്ലാ നന്ദിയും സന്തോഷങ്ങളും അറിയിക്കുകയാണ്. അതുപോലെ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും സന്തോഷങ്ങളും അറിയിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.